അപ്പോൾ കൂട്ടുകാരെ രാവിലെ ആണെങ്കിൽ നമ്മുടെ ഡോറയാണെങ്കിൽ ദോശ ഉണ്ടാക്കിയിട്ട് കിടന്നു കേട്ടോ, വയ്യാത്തതുകൊണ്ട്. തലകറക്കം വന്നു, വേദനയല്ല തലകറക്കം വന്നു, വേദന ഉണ്ടായിരുന്നു ഓൾറെഡി, പിന്നെ തലകറക്കം വന്ന് കിടന്നു. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇന്നപ്പം ഞാൻ കുറച്ച് ചിക്കൻ ബോൺസ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഒരു സ്പെഷ്യൽ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ പച്ച കളറിലുള്ള ചിക്കൻ കറി. സംഗതി എന്ന് വെച്ചാൽ ഇതൊരു കുറുമ പോലെയാണ്, ഇതൊരു സ്പാനിഷ് ഡിഷാണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ചേർക്കുന്നത് പുതിനയിലയും അതുപോലെ തന്നെ പച്ചമുളക്, സവാള, പിന്നെ ആണെങ്കിൽ തൈര്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ, ഒരു സ്പാനിഷ് ഡിഷാണിത്. ഇപ്പോൾ ടേസ്റ്റാണ്, നമ്മുടെ കുറുമ പോലെയൊക്കെ തന്നെയാണ്, പക്ഷെ അതിനേക്കാളും വേറൊരു ടേസ്റ്റാണ്. ഇവിടെ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് കുരുമുളക് ഇട്ടില്ല, അപ്പോൾ അതിന് പകരമായിട്ട് പച്ചമുളക് കൂടുതലായിട്ട് ചേർത്ത്. ഇതിൽ കൂടുതലും മല്ലിയിലയും പച്ചമുളകുമാണ് മെയിനായിട്ടും വേണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ട് കൈ പൊള്ളുന്ന നല്ലോണം കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. പിന്നെ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം, പക്ഷേ ഇത് കൂടുതലായിട്ടും ചപ്പാത്തി, ദോശ, അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ പരിചയപ്പെടുന്നതെന്ന് തോന്നി. ഒരു സ്പാനിഷ് ഡിഷാണ്, അപ്പോൾ അടിപൊളി കറി കേട്ടോ.